നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണീർ കടലായി കോടാലി, ആൽജോയ്ക്ക് വിട, അനോജിനായി പ്രാർത്ഥനയോടെ നാട്. ശക്തന്റെ തട്ടകം ഇനി പൂരലഹരിയിൽ, തിരുവമ്പാടിയിലും പാറമേക്കാവിലും കൊടിയുയർന്നു. ആറ്റപ്പള്ളി റെഗുലേറ്റർ പാലത്തിൽ നിന്നും മറ്റത്തൂർ ഭാഗത്തേക്കുള്ള അനുബന്ധ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന് ഹൈക്കോടതി. 6 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കണം. ആളൂരിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ 3 ആടുകൾ ചത്തു, 2 ആടുകൾക്ക് കടിയേറ്റു പരിക്ക്. ചൂടിൽ വെന്തുരുകി കേരളം, ജാഗ്രതാ നിർദ്ദേശങ്ങളുമായി അധികൃതർ. പറപ്പൂക്കര സെന്റ് ജോൺ നെബുംസ്യാൻ ഫൊറോന പള്ളിയുടെ 16ാം ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനം. വിശദമായ വാർത്തകളിലേക്ക്. കോടാലിയിൽ പാമ്പുകടിയേറ്റ് മരിച്ച 7 വയസ്സുകാരൻ ആൽജോയ്ക്ക് കണ്ണീരോടെ വിട നൽകി ജന്മനാട്. ആൽജോയുടെ മരണം ശംഖുവരയന്റെ കടിയേറ്റാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്ഥിരീകരിച്ചു. സഹോദരൻ അനോജിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. കടമ്പോട് കാവുങ്ങൽ സിൽജോ ജോൺസി ദമ്പതികളുടെ ഇളയ മകൻ ആൽജോയാണ് മരിച്ചത്. സഹോദരൻ അനോജ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഞായറാഴ്ച പുലർച്ചെയാണ് വീടിനുള്ളിൽ ഉറങ്ങിക്കിടന്ന കുട്ടികൾക്ക് പാമ്പുകടിയേറ്റത്. തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ മൃതദേഹം സംസ്കരിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കുട്ടിക്ക് ശംഖുവരയന്റെ കടിയേറ്റതാണ് മരണകാരണമെന്ന് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 2 മണിയോടെയാണ് കുട്ടികൾക്ക് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടത്. തലേ ദിവസം കുടിച്ച ജ്യൂസിൽ നിന്നുള്ള ഭക്ഷ്യവിഷബാധയാണെന്ന് കരുതി ആദ്യം ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആൽജോ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. പിന്നീട് നടത്തിയ വിശദമായ പരിശോധനയിലാണ് പാമ്പുകടിയേറ്റ പാടുകൾ ഡോക്ടർമാർ കണ്ടെത്തിയത്. തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും നടത്തിയ തിരച്ചിലിലാണ് കുട്ടികൾ കിടന്നിരുന്ന മുറിയിലെ തലയണയ്ക്കിടയിൽ ചുരുണ്ടുകൂടിയിരുന്ന ശംഖുവരയനെ കണ്ടെത്തിയത്. അത്യന്തം വിഷമുള്ള ഇനമാണിത്. അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലുള്ള ആൽജോയുടെ മൂത്ത സഹോദരൻ അനോജിന് 6 മണിക്കൂർ നീണ്ട സങ്കീർണമായ ശസ്ത്രക്രിയ നടത്തിയിരുന്നു. നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് കുട്ടി. അതേസമയം കുട്ടികൾക്ക് കടിയേറ്റ വീടിന്റെ പരിസരത്ത് തിങ്കളാഴ്ചയും പാമ്പിനെ കണ്ടത് പ്രദേശവാസികളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. നേരത്തെ കണ്ടെത്തിയ ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പിനെ തന്നെയാണ് വീണ്ടും കണ്ടെത്തിയത്. അനോജിന്റെ ജീവനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് ഒരു നാട് മുഴുവൻ. പാമ്പുകടിയേറ്റ് ചികിത്സയിൽ കഴിയുന്ന 10 വയസ്സുകാരൻ അനോജിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയെന്ന് ആശുപത്രി അധികൃതർ. കുട്ടി കണ്ണ് തുറന്നതായും നിർദ്ദേശങ്ങളോട് പ്രതികരിക്കുന്നതായും മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കുന്നു. വെന്റിലേറ്റർ സപ്പോർട്ട് തുടരുമെന്നും അങ്കമാലി അഡ്ലക്സ് ആശുപത്രി വ്യക്തമാക്കി. അതേസമയം കുട്ടിയുടെ വീടിന്റെ ഭിത്തിയോട് ചേർന്ന് ചെടിച്ചട്ടികൾക്കിടയിൽ വീണ്ടും പാമ്പിനെ കണ്ടെത്തിയ സംഭവത്തിൽ വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇനിയും പാമ്പിൻ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതുകൊണ്ട് ഇവിടെ വിശദമായ സ്ഥലപരിശോധനാ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം ജനറൽ സെക്രട്ടറി ജോയ് കൈതാരത്ത് ആവശ്യപ്പെട്ടു. തൃശൂരിൽ പൂരാവേശത്തിന് കൊടിയേറി. പ്രധാന പങ്കാളികളിൽ തിരുവമ്പാടിയിലാണ് ആദ്യം കൊടിയേറിയത്. പിന്നാലെ പാറമേക്കാവിലും കൊടിയേറ്റ് ചടങ്ങുകൾ നടന്നു. 8 ഘടകക്ഷേത്രങ്ങളിലും കൊടിയേറിയതോടെ ശക്തന്റെ തട്ടകം പൂരാവേശത്തിലേക്ക് കടന്നു. തിങ്കളാഴ്ച രാവിലെ 8:30 ആരംഭിച്ച പഞ്ചാരി മേളം കലാശിച്ചതിനു പിന്നാലെ തിരുവമ്പാടി ക്ഷേത്രത്തിൽ പൂജിച്ച കൊടിക്കോറ ദേവസ്വം ഭാരവാഹികൾ ഏറ്റുവാങ്ങി. പാരമ്പര്യ അവകാശികൾ തയ്യാറാക്കിയ കൊടിമരം ആഘോഷപൂർവ്വം കൊടിച്ചോട്ടിലെത്തിച്ചു. പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിട്ടതിനു ശേഷം കൊടിക്കാലിൽ കൊടിക്കൂറ കെട്ടി. കുരവയുടെയും ആർപ്പിന്റെയും അകമ്പടിയോടെ തിരുവമ്പാടിയുടെ കൊടി വാനിലുയർന്നു. പിന്നീട് നായ്ക്കനാലിലും നടുവിലാലിലും തിരുവമ്പാടിയുടെ പൂരക്കൊടി ഉയർന്നു. പിന്നാലെ 11:30 പാറമേക്കാവിന്റെ ഊഴം. വലിയ പാണിക്ക് ശേഷം പുറത്തേക്ക് എഴുന്നള്ളിയ ദേവിയെ സാക്ഷി നിർത്തിയാണ് ദേശക്കാർ കൊടി ഉയർത്തിയത്. കൊടിയേറ്റത്തിന് ശേഷം ക്ഷേത്രത്തിൽ നിൽക്കുന്ന പാലമരത്തിലും മണികണ്ഠനാലിലും സിംഹമുദ്രയുള്ള മഞ്ഞക്കൊടികൾ പാറമേക്കാവ് ഉയർത്തി. 8 ഘടകക്ഷേത്രത്തിൽ ലാലൂരാണ് ആദ്യം കൊടിയേറ്റിയത്. പിന്നാലെ അയ്യന്തോളും മറ്റു ഘടകക്ഷേത്രങ്ങളും കൊടിയേറ്റി. 24-ന് തൃശൂർ പൂരത്തിന്റെ ചമയ പ്രദർശനം നടക്കും. അന്ന് വൈകിട്ട് 7-നാണ് സാമ്പിൾ വെടിക്കെട്ട്. പൂരവിളംബരം അറിയിച്ച് 25-ന് നെയ്തലക്കാവിലമ്മ തെക്കേ നട തുറന്നിറങ്ങും. 26-ന് കാലത്ത് കണിമംഗലം ശാസ്താവിന്റെ വരവോടെ ഘടകപൂരങ്ങളുടെ പുറപ്പാട് ആരംഭിക്കും. പിന്നാലെ മേളാസ്വാദകർക്കായി തിരുവമ്പാടിയുടെ പഞ്ചവാദ്യവും മേളവും. പിന്നാലെ പാറമേക്കാവിന്റെ ഇലഞ്ഞിത്തറ മേളം.
പിന്നെ വിശ്വപ്രസിദ്ധമായ കുടമാറ്റം. 27-ന് പകൽ പൂരത്തോടെ ഉപചാരം ചൊല്ലി പിരിയും. കുറുമാലിപ്പുഴയ്ക്ക് കുറുകെ ആറ്റപ്പള്ളി റെഗുലേറ്റർ പാലത്തിൽ നിന്നും മറ്റത്തൂർ ഭാഗത്തേക്കുള്ള അനുബന്ധ റോഡ് 6 മാസത്തിനകം ഗതാഗത യോഗ്യമാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. 20 വർഷം മുൻപ് 4.75 കോടി രൂപയിൽ ആരംഭിച്ച പദ്ധതി 17.24 കോടി രൂപ ചിലവഴിച്ചിട്ടും ഇതുവരെയും കമ്മീഷൻ ചെയ്യാനോ ഗതാഗത യോഗ്യമാക്കാനോ കഴിഞ്ഞിട്ടില്ല. ഇനിയും നിർമ്മാണം പൂർത്തിയാക്കാൻ 13.90 കോടി രൂപ വേണമെന്നാണ് ജലവിഭവ വകുപ്പിന്റെ എസ്റ്റിമേറ്റ് കണക്ക്. പാലം നിർമ്മിച്ച് ഗതാഗതത്തിന് തുറന്നു കൊടുക്കാത്തതിന് പിന്നാലെ മറ്റത്തൂർ ഭാഗത്തേക്കുള്ള അനുബന്ധ റോഡിൽ വലിയ ഗർത്തം രൂപപ്പെടുകയായിരുന്നു. ഇത്രയും തുകയും 4 സർക്കാർ കാലഘട്ടവും ചെലവഴിച്ചിട്ടും ഗതാഗതം പോലും സാധ്യമായിട്ടില്ല. വാഹന സഞ്ചാരം സാധ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ആറ്റപ്പള്ളി റെഗുലേറ്റർ കം ബ്രിഡ്ജ് കമ്മിറ്റി സെക്രട്ടറി ജോസഫ് ചെതലൻ നടത്തിയ പൊതു താൽപര്യ ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവ്. അനുബന്ധ റോഡ് നിർമ്മാണത്തിന് മാത്രമായി വകുപ്പ് തയ്യാറാക്കിയ തുകയ്ക്ക് ആരും കരാറെടുക്കാൻ തയ്യാറായില്ല. 20% അധിക തുകയ്ക്ക് കരാറെടുക്കാൻ തയ്യാറായ കമ്പനിക്ക് കരാർ നൽകി 6 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗതം സാധ്യമാക്കണമെന്നാണ് ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ, ജസ്റ്റിസ് വി എസ് ശ്യാംകുമാർ എന്നിവരടങ്ങിയ ബെഞ്ച് കഴിഞ്ഞ 23-ന് ഉത്തരവിട്ടിരിക്കുന്നത്. പരാതിക്കാരനായി സീനിയർ അഭിഭാഷകൻ രഞ്ജിത്ത് തമ്പാനാണ് ഹർജി സമർപ്പിച്ചത്. ആളൂരിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ 3 ആടുകൾ ചത്തു, 2 ആടുകൾക്ക് കടിയേറ്റ് പരിക്ക്. ആളൂർ ആനത്തടം ചാതയിലെ മാത്യുവിന്റെ ആടുകളെയാണ് തിങ്കളാഴ്ച പുലർച്ചെ അജ്ഞാത ജീവി ആക്രമിച്ചത്. വീടിന് പുറകിലെ കൂട്ടിൽ കെട്ടിയിരുന്ന 5 ആടുകളെയാണ് ആക്രമിച്ചത്. അതിൽ 3 ആടുകൾ ചാവുകയും 1 ആടിന് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. പുലർച്ചെ മാത്യു കറക്കാനെത്തിയപ്പോഴാണ് നായയുടെ രൂപത്തിലുള്ള ഒരു ജീവി കൂട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് കണ്ടത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ആടുകളെ കണ്ടെത്തിയത്. 2 മാസത്തിനുള്ളിൽ മേഖലയിൽ 3 ഇടങ്ങളിലായി ഇത്തരത്തിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ ആടുകൾ ചത്തിരുന്നു. ആടുകളെ ആക്രമിച്ചത് തെരുവുനായ ആണെന്ന് സംശയിക്കുന്നു. വെളുപ്പിന് 4 മണിക്ക് എൻ്റെപ്പോഴാണ് സംഭവം കാണുന്നത്. അപ്പോൾ കൂട് വന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുട്ടികൾ ഇന്നൊരു സാധനം നടന്നു പോകണുണ്ടു. അത് കഴിഞ്ഞ് കൂട്ടിൽ നോക്കിയപ്പോൾ ഈ സാധനത്തിന് വലിച്ച് ചാറ് പിടിച്ചിറങ്ങുന്നുണ്ട്. അത് മറ്റേ ഇതാണ്, ഈ പട്ടിയുടെ മാതിരിയാണ് സാധനം നടന്നത്. അതിലിപ്പം 5 എണ്ണത്തിനെ കടിച്ചതിൽ 3 എണ്ണം ചത്തു, 1 എണ്ണത്തിന് വലിയ കുഴപ്പമില്ല, 1 എണ്ണം ചാവാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 4 എണ്ണത്തിനാണ് ഇപ്പോൾ കൂടുതൽ, 3 എണ്ണം മരിച്ചിട്ട് ചത്തുണ്ട്, 1 എണ്ണത്തിനാണ് ഇപ്പോൾ കൂടുതൽ ഇതായിട്ട് കിടക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു വെച്ചാൽ അത് നോക്ക്, മരുന്ന് കൊടുത്തിട്ടുണ്ട് തന്നെ. പറപ്പൂക്കര സെന്റ് ജോൺ നെബുംസ്യാൻ ഫൊറോന പള്ളിയുടെ 16ാം ശതോത്തര രജതജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനം. മാർ റാഫേൽ തട്ടിലിന്റെയും മാർ പോളി കണ്ണൂർക്കാടന്റെയും സംയുക്ത കാർമ്മികത്വത്തിൽ നടന്ന വിശുദ്ധ കുർബാനയോടെയായിരുന്നു ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് നടന്ന സമ്മേളനം സീറോ മലബാർ സഭ അധ്യക്ഷൻ മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഇരിങ്ങാലക്കുട രൂപത അധ്യക്ഷൻ മാർ പോളി കണ്ണൂർക്കാടൻ അധ്യക്ഷത വഹിച്ചു. കെ രാമചന്ദ്രൻ MLA സ്മരണിക പ്രകാശനം നടത്തി. ഇരിങ്ങാലക്കുട രൂപത മുഖ്യവികാരി ജനറൽ മോൺ ഫാദർ ജോസ് മാളിയേക്കൽ, പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, പഞ്ചായത്ത് അംഗം M ശ്രീകുമാർ, ഇരിങ്ങാലക്കുട രൂപത ചാൻസലർ ഫാദർ കിരൺ തട്ല, അസീസി കോൺവെന്റ് മദർ സിസ്റ്റർ വില്യം, വികാരി ഫാദർ റാഫേൽ പന്നിക്കാരൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ വിനോയ് തെറ്റയിൽ, ട്രസ്റ്റി റെജിൻ പാലത്തിങ്കൽ, ജനറൽ കൺവീനർ ഗ്ലൈസൺ ആലപ്പാട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്ഥാപിതമായതാണ് നമ്മുടെ ഇടവക. ഫ്രാൻസിസ് പണിവാന്റെ സിവർ പണിവാന്റെ പാദസ്പർശനമേറ്റ ഇടമാണ് ഇത്. പരിശുദ്ധ അമ്മയുടെ നാമത്തിലാണ് ഈ ദേവാലയം സ്ഥാപിതമായത്. എന്നാൽ പിന്നീട് ഇടവകാംഗങ്ങളെല്ലാം ഒത്തൊരുമയോടെ ആയിരുന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ നിന്നും അമ്മ അവിടെ ഉണ്ട്, അതോടൊപ്പം ഒരു കൂട്ടുകൂടി വേണമെന്ന് വിചാരിച്ചുകൊണ്ട് ലോഡമുത്തപ്പനെ ഇടവകയുടെ മധ്യസ്ഥനായിട്ട് പ്രത്യേകം തെരഞ്ഞെടുത്ത് ഇവിടെ പ്രതിഷ്ഠിച്ചു. അക്കാലഘട്ടത്തില് അത്രയൊന്നും പെരുമയും പേരും ഒന്നും ഉണ്ടായില്ല. പഴയ കാലത്ത് നമുക്കറിയാം. പിന്നീട് ഇന്ന് പറപ്പൂക്കര സെന്റ് ജോൺ നെബുംസ്യാൻ ദേവാലയം, ഫൊറോന ദേവാലയം എന്ന് പറഞ്ഞാൽ അത് അറിയപ്പെടുന്ന നമ്മുടെ സഭയെ കുറിച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പള്ളിക്കകത്ത് ദൈവാരാധനയ്ക്ക് ഒന്നിച്ചു കൂടുന്ന നമുക്കറിയാം. ദൈവം വസിക്കുന്നത് പള്ളിക്കകത്ത് മാത്രമല്ല, പള്ളിക്ക് പുറത്തുമുണ്ട്. പ്രത്യേകിച്ച് രോഗികള്, പീഡിതര്, സങ്കടപ്പെടുന്നവര്, സംഘർഷം അനുഭവിക്കുന്നവര്,
മാറ്റി നിർത്തപ്പെട്ടവര്, ഇവരെല്ലാം തന്നെ കർത്താവിൻ്റെ മുഖച്ഛായയുള്ള ദൈവത്തിൻ്റെ മക്കളാണ്. ഈ ജൂബിലിയോടനുബന്ധിച്ചുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾ ഇവിടെ ആമുഖ പ്രസംഗത്തിലും സ്വാഗത പ്രസംഗത്തിലുമൊക്കെ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അതിലെല്ലാം നേതൃത്വം നൽകിയവരും പങ്കാളികളായവരുമായ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ഇപ്പോൾ ഈ സദസ്സിലും ഈ വേദിയിലൊക്കെ ഉള്ളത്. അങ്ങനെ നീണ്ട നിരവധി അനുബന്ധ പരിപാടികളിലൂടെ വളരെ വിജയകരമായി ജൂബിലി ആഘോഷം സമാപിക്കുകയാണ്. ഈ സമാപന സമ്മേളനത്തിൽ വെച്ച് വളരെ സാമ്പത്തികമായി ജൂബിലി വെറും ആഘോഷമായിട്ട് മാറിപ്പോകാതെ അതുവഴിയായിട്ട് പാവങ്ങളോടും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരോടും പക്ഷം ചേർന്നുകൊണ്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ നേതൃത്വം കൊടുക്കുന്നു എന്നതിലുള്ള അഭിനന്ദനങ്ങൾ ആദ്യമേ നേരട്ടെ. ഞാൻ മനസ്സിലാക്കുന്നത് ഈ സദോത്തര സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് 7 വീടുകൾ പണിത് കൊടുക്കാനായിട്ട് നേതൃത്വം നൽകിയാണ്. ഞാൻ പ്രത്യേകം നിങ്ങൾ എല്ലാവരെയും കൃത്യമായിട്ട് അപ്രകാരമുള്ള ഒരു സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനത്തിന് നിങ്ങൾ നേതൃത്വം കൊടുക്കുന്നതിന് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. വാൽപ്പാറ അപകടത്തിൽ ഡ്രൈവറുടെ പരിചയക്കുറവ് അപകടത്തിന് കാരണമായിട്ടുണ്ടാകാമെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട്. ഇറക്കത്തിൽ ഗിയർ ഡൗൺ ചെയ്യാതെ ഇറങ്ങിയതിനും അപകടത്തിന് കാരണമായിട്ടുണ്ടാകും. വളവിൽ വേണ്ടത്ര ജാഗ്രത പുലർത്തിയിട്ടുണ്ടാവില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വാഹനത്തിന് സാങ്കേതിക പ്രശ്നങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ചുരം റോഡിന്റെ വശങ്ങളിൽ എല്ലായിടത്തും സുരക്ഷാ ബാരിക്കേഡ് സ്ഥാപിക്കണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട്. ആശുപത്രിയിലായതിനാൽ ഡ്രൈവറുടെ മൊഴി എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ മൊഴി കൂടി എടുത്താലേ കൂടുതൽ വ്യക്തത വരുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അപകടം സംബന്ധിച്ച റിപ്പോർട്ട് പൊള്ളാച്ചി RTO തമിഴ്നാട് സർക്കാരിന് കൈമാറി. വാൽപ്പാറ അപകടത്തിൽ പരിക്കേറ്റ 4 പേരും ചികിത്സയിൽ തുടരുകയാണ്. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള നൌഷാദ് അലി, മുഹമ്മദ് ഫായിസ് എന്നിവരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. ഇരുവരും നിരീക്ഷണത്തിലാണെന്നും തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സ തുടരുകയാണെന്നുമാണ് അധികൃതർ അറിയിക്കുന്നത്. മലപ്പുറം പാങ്ങ് പള്ളിപ്പറമ്പ് ഗവൺമെന്റ് LP സ്കൂളിൽ നിന്നുള്ള വിനോദയാത്രാ സംഘം സഞ്ചരിച്ച വാൻ വെള്ളിയാഴ്ച വൈകുന്നേരം 5:20 വാൽപ്പാറ ചുരം റോഡിൽ 300 അടി താഴ്ചയിലേക്ക് മറിഞ്ഞത്. കാഴ്ചകളെല്ലാം കണ്ട് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ചുരത്തിലെ 13ാം ഹെയർപിൻ വളവിൽ വാഹനം നിയന്ത്രണം വിട്ട് പലവട്ടം കീഴ്മേൽ മറിഞ്ഞ് 9ാം വളവിലേക്ക് വീഴുകയായിരുന്നു. പൊള്ളാച്ചിയിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയാണ് അപകടമുണ്ടായ സ്ഥലം. പെരിന്തൽമണ്ണയിൽ നിന്ന് വാടകയ്ക്കെടുത്ത ടൂറിസ്റ്റ് വാനിലാണ് ഡ്രൈവർ ഉൾപ്പെടെ 13 പേർ യാത്ര പോയത്. 7 സ്ത്രീകളും ഒരു കുട്ടിയും ഉൾപ്പെടെ 9 പേരാണ് അപകടത്തിൽ മരിച്ചത്. 4 പേർക്ക് പരിക്കേറ്റു. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ ഉയർന്ന താപനില. പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി വരെയും കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി വരെയും ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി വരെയും തിരുവനന്തപുരം ജില്ലയിൽ 36 ഡിഗ്രി വരെയും ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിലൊഴികെ വെള്ളിയാഴ്ച വരെ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റും അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും സംയുക്തമായി വൃക്കരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് PG രഞ്ജിമോൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി TM ഉമേഷ് ബാബു, സാബു പോക്കാക്കില്ലത്ത്, ടൈറ്റസ് കട്ടക്കയം, ഫൗസിയ ഷാജഹാൻ, CK ഹരിദാസ്, ബൈജു പള്ളിപ്പാടൻ, ക്യാമ്പ് കോർഡിനേറ്റർ ജിജോ ജോസ് എന്നിവർ പ്രസംഗിച്ചു. ഇതിന് കൃത്യമായ രീതിയിൽ സ്വാഗതം ആശംസിച്ച യൂണിറ്റിന്റെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി ഉമേഷ് ബാബു, പ്രിയപ്പെട്ട ഈ യൂണിറ്റിന്റെ കൊണ്ടിരിക്കുന്ന പ്രിയങ്കരനായ നമ്മുടെ വൈസ് പ്രസിഡന്റ് ബൈജു പള്ളിപ്പാടൻ, സുരേന്ദ്രേട്ടൻ, പ്രിയപ്പെട്ട സെക്രട്ടറി ഹരിച്ചേട്ടൻ, അതുപോലെ തന്നെ സുരേന്ദ്രൻ ചേട്ടൻ. പറപ്പൂക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഷഷ്ഠി ആഘോഷങ്ങളോടനുബന്ധിച്ച് ചൊവ്വാഴ്ച വൈകിട്ട് 6:30 സംഗീതാർച്ചന, വീരനാട്യം, ഭരതനാട്യം പരിപാടികൾ അരങ്ങേറും. ബുധനാഴ്ചയാണ് പറപ്പൂക്കര ഷഷ്ഠി ആഘോഷം നടക്കുക. അന്ന് പുലർച്ചെ 5 ഉഷപൂജയോടെ ചടങ്ങുകൾ ആരംഭിക്കും.
ഉച്ചയ്ക്ക് 1 മണി മുതൽ 3:31 വരെ വിവിധ ദേശക്കാരുടെ കാവടി എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രത്തിലെത്തും. വൈകിട്ട് 5-ന് കോട്ടപ്പടി സുരേന്ദ്രന്റെ നാദസ്വര കച്ചേരി, 6-ന് ദീപാരാധന, ചുറ്റുവിളക്ക്, നിറമാല, 6:30-ന് സ്വാമി ശാന്താനന്ദ സരസ്വതിയുടെ ഭക്തിപ്രഭാഷണം, രാത്രി 8-ന് ബലരാമൻ ബാലയും നടക്കും. വ്യാഴാഴ്ച പുലർച്ചെ വരെ നീളുന്ന കാവടി എഴുന്നള്ളിപ്പോടെയാകും ഇത്തവണത്തെ മഹോത്സവത്തിന് സമാപനമാവുക. പുതുക്കാട് തെക്കേത്തുറവ് ശ്രീ പള്ളത്ത് മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ 15ാമത് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്ര നടത്തി. ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ശേഷം ശ്രീ പള്ളത്തപ്പൻ തിരുവാതിരക്കളി സംഘം അവതരിപ്പിച്ച കോൽക്കളിയും തുടർന്ന് സദ്യയും നടന്നു. ഏപ്രിൽ 22-നാണ് ശ്രീമദ് ഭാഗവത സപ്താഹം അവസാനിക്കുന്നത്. അവസാന ദിവസമായ ചൊവ്വാഴ്ച കളിയരങ്ങ് ഇരിങ്ങാലക്കുട അവതരിപ്പിക്കുന്ന കഥകളി നരസിംഹാവതാരം നടക്കും. ഏപ്രിൽ 22-ന് ക്ഷേത്രം ശുദ്ധിക്രിയകളും ഏപ്രിൽ 23-ന് പ്രതിഷ്ഠാദിനവും നടക്കും. ഭാഗവത ഹംസം ശ്രീ കോളത്തൂർ പുരുഷോത്തമനാണ് സപ്താഹത്തിന് ആചാര്യസ്ഥാനം വഹിക്കുന്നത്. പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി അമ്പഴപ്പള്ളി ശ്രീകുമാർ ഭട്ടതിരിപ്പാട്, ശ്രീരാജ് ഭട്ടതിരിപ്പാട്, നടുവം ഹരി, മേൽശാന്തി ആമല്ലൂർ ത്രിവിക്രമൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിക്കും. വെളുത്തെടുത്ത നായർ വനിതാ സൊസൈറ്റി ജില്ലാ വാർഷിക കൺവെൻഷൻ നടത്തി. സാഹിത്യകാരിയും അധ്യാപികയുമായ സുജ മനോജ് ഉദ്ഘാടനം നിർവഹിച്ചു. വെളുത്തെടുത്ത നായർ വനിതാ സൊസൈറ്റി ജില്ലാ പ്രസിഡന്റ് ദീപ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് പഴമ്പള്ളത്ത് മുഖ്യാതിഥിയായി. ജില്ലാ ജനറൽ സെക്രട്ടറി നിഷ ജയേഷ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് കേശവദാസ്, സംസ്ഥാന സെക്രട്ടറി VR ജയേഷ്, ജില്ലാ പ്രസിഡന്റ് സുബീഷ് സുകുമാരൻ, ജില്ലാ ജനറൽ സെക്രട്ടറി PT വിനയചന്ദ്രൻ, ജില്ലാ ട്രഷറർ മനോജ് പരമേശ്വരൻ, ജില്ലാ ട്രഷറർ ബിന്ധ്യ സുരേഷ്, ഭാരവാഹികളായ വത്സലകുമാരി തൃപ്രയാർ, പുഷ്പജ ചെറുശ്ശേരി, വിജിത മനോജ് പഴൂക്കര, ജില്ലാ സെക്രട്ടറി ഇന്ദിര രാമചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. എന്റെ മോനെ ഞാൻ എങ്ങനെ വളർത്തുന്നു അതേപോലെ തന്നെ എന്റെ മോൾക്കും വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് പറയുന്ന സ്ത്രീയാണ്, എന്ന് പറയുന്ന അമ്മയാണ് യഥാർത്ഥ ഫെമിനിസത്തിന്റെ ഉടമകൾ. അല്ലാതെ അവൾ മറ്റൊരു വീട്ടിലേക്ക് പോകേണ്ടതോടാണ്, അവൾ അവിടെയാണ് ജീവിക്കേണ്ടത്, അങ്ങനെയല്ല നമ്മൾ കരുതേണ്ടത്. ആ കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരികയും നമ്മൾ അവിടെ ഒരു മുറി കൊടുക്കുകയും ആ മുറി എന്നും നിന്റേതാണ് എന്ന് പറയുന്നിടത്താണ് ഫെമിനിസം വരുന്നത്. അതല്ലാതെ എന്താ പറയാ, നീ പോയി, നിന്റെ കഴിഞ്ഞു, അല്ലെങ്കിൽ നിന്റെ വിദ്യാഭ്യാസം കഴിഞ്ഞു, ഇത്രയോ നീ പഠിച്ചാൽ മതി എന്ന് പറയുന്നിടത്തല്ല ഫെമിനിസം. നമ്മുടെ തീരുമാനം, നമ്മുടെ കുടുംബത്തിന്റെ, നമ്മുടെ അമ്മമാരുടെ, നമ്മുടെ ഭാര്യമാരുടെ, നമ്മുടെ സ്ത്രീകളുടെ തീരുമാനത്തിലാണ് യഥാർത്ഥ ഫെമിനിസം വരുന്നത്. ദന്ത സംരക്ഷണത്തിന് ടൂത്ത് ബ്രഷിന് പ്രധാന പങ്കാണുള്ളത്. പലരും ടൂത്ത് ബ്രഷ് വർഷങ്ങളോളം ഉപയോഗിക്കാറുമുണ്ട്. യഥാർത്ഥത്തിൽ ടൂത്ത് ബ്രഷ് എപ്പോഴാണ് മാറ്റേണ്ടത്? റിപ്പോർട്ട് കാണാം. ശരാശരി ഓരോ 3 മാസത്തിലും ടൂത്ത് ബ്രഷ് മാറ്റേണ്ടത് പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ടൂത്ത് ബ്രഷ് തിരഞ്ഞെടുക്കുന്നതിലും ഉപയോഗിക്കുന്നതിലും കൃത്യത ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ ടൂത്ത് ബ്രഷിൽ ദിവസവും ബാക്ടീരിയകളെ അടിഞ്ഞുകൂടുന്നു. നിങ്ങൾ ഓരോ തവണ ബ്രഷ് ചെയ്യുമ്പോഴും ചില അണുക്കൾ പറ്റിപ്പിടിക്കാറുണ്ട്. നിങ്ങളുടെ ടൂത്ത് ബ്രഷ് ബാത്റൂമിൽ സൂക്ഷിക്കുമ്പോൾ ബാക്ടീരിയകൾ പെരുകാനുള്ള സാധ്യത കൂടുന്നു. കൂടുതൽ കാലം ഒരേ ബ്രഷ് ഉപയോഗിക്കുന്നത് അണുബാധയ്ക്കും പല്ലുദ്രവിക്കലിനും കാരണമാകും. കൂടാതെ ഒരുപാട് നേരം ബ്രഷ് ചെയ്യുന്നത് ബ്രഷുകളുടെ നാരുകൾ വളയാനും അത് മോണകളിൽ കേടുപാടുണ്ടാക്കാനും സാധ്യതയുണ്ട്. കൂടാതെ കൂടുതൽ കാലം ഒരേ ബ്രഷ് ഉപയോഗിക്കുന്നത് പല്ലുകളിൽ നിന്നും മോണകളിൽ നിന്നും ബാക്ടീരിയ നീക്കം ചെയ്യാൻ ബ്രഷിന് കഴിയാതെ വരികയും ദന്തസംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യും. ബ്രഷ് വളഞ്ഞതോ പരുക്കനായി തോന്നുന്നതോ ആണെങ്കിൽ പുതിയത് വാങ്ങേണ്ട സമയമായി എന്നാണ് സൂചിപ്പിക്കുന്നത്. പഴകിയ ബ്രഷ് അത്ര നന്നായി വൃത്തിയാക്കില്ല. മാത്രമല്ല നിങ്ങളുടെ മോണകൾക്ക് പുതുമ തോന്നുന്നതിനു പകരം വേദന അനുഭവപ്പെടുകയും ചെയ്യും. ഓറൽ സർജറി, റൂട്ട് കനാൽ തെറാപ്പി, മോണരോഗത്തിനുള്ള ചികിത്സ തുടങ്ങിയ ചില ദന്ത ചികിത്സയ്ക്ക് ശേഷവും ടൂത്ത് ബ്രഷ് മാറ്റേണ്ടത് അത്യാവശ്യമാണ്. ജലദോഷം, പനി, വൈറൽ അണുബാധ എന്നിവ വന്നതിന് ശേഷം ടൂത്ത് ബ്രഷ് മാറ്റാനും പ്രത്യേകം ശ്രദ്ധിക്കണം. കാലാവസ്ഥ. കൂടിയ ചൂട് 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 26 ഡിഗ്രി സെൽഷ്യസ്. മാള ഗവൺമെന്റ് ITIയിൽ സ്കിൽ അപെക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ച് ഡിപ്ലോമ ഇൻ മറൈൻ മെക്കാനിക്കൽ, ഫിറ്റർ ആൻഡ് ഷിപ്പ് ടെക്നോളജി,
ഡിപ്ലോമ ഇൻ ഓയിൽ ആൻഡ് ഗ്യാസ് ടെക്നോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എന്നീ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. 6 മാസ കാലാവധിയുള്ള കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പ്ലേസ്മെന്റ് സപ്പോർട്ട് നൽകുന്നു. ബന്ധപ്പെടുക 8136 806093. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 14,235 രൂപ, പവന് 1,13,880 രൂപ. പറപ്പൂക്കര വടക്കേക്കര പുത്തൻപുരയിൽ പരേതനായ ജോയ് ഭാര്യ ലിസി അന്തരിച്ചു. 54 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ലിജോ, സിജോ, ലിജു എന്നിവർ മക്കളാണ്. വെണ്ടൂർ ചിറ്റിലപ്പള്ളി കോക്കാടൻ മേരി അന്തരിച്ചു. 92 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതനായ ദേവസിയാണ് ഭർത്താവ്. റോസ്ലി, റാഫേൽ, മേഴ്സി, ആന്റോ എന്നിവർ മക്കളും. അനിത, ജോൺസൺ, ഷീല, പരേതനായ ജോയ് എന്നിവർ മരുമക്കളുമാണ്. വരന്തരപ്പള്ളി വടാന്തോൾ മഞ്ഞളി പിണ്ടിയൻ കൊച്ചപ്പൻ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച വൈകിട്ട് 4-ന് പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിൽ. പരേതയായ അന്നംകുട്ടിയാണ് ഭാര്യ. ഷാജു, ഷിജു എന്നിവർ മക്കളും. സീന, ഷെറിൻ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണീർ കടലായി കോടാലി, ആൽജോയ്ക്ക് വിട, അനോജിനായി പ്രാർത്ഥനയോടെ നാട്. ശക്തന്റെ തട്ടകം ഇനി പൂരലഹരിയിൽ. തിരുവമ്പാടിയിലും പാറമേക്കാവിലും കൊടിയുയർന്നു. ആറ്റപ്പള്ളി റെഗുലേറ്റർ പാലത്തിൽ നിന്നും മറ്റത്തൂർ ഭാഗത്തേക്കുള്ള അനുബന്ധ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന് ഹൈക്കോടതി. 6 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കണം. ആളൂരിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ 3 ആടുകൾ ചത്തു. 2 ആടുകൾക്ക് കടിയേറ്റ് പരിക്ക്. ചൂടിൽ വെന്തുരുകി കേരളം. ജാഗ്രതാ നിർദ്ദേശങ്ങളുമായി അധികൃതർ. പറപ്പൂക്കര സെന്റ് ജോൺ നെബുംസ്യാൻ ഫൊറോന പള്ളിയുടെ 16ാം ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന വാർത്താ സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും NCTVnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.